അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസി സമൂഹം. നമ്മുടെ ഇബാദത്തുകൾക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ ഒരു മാസമാണ്. നമ്മൾ ഓരോരുത്തരും ഈ സമയത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഒന്നാണ് ഒരു ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യണം എന്നത്. ജീവിതത്തിൽ അതൊരു ആഗ്രഹമായി കൊണ്ടു നടക്കാത്തവരായിട്ട് ആരാണുള്ളത്? എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരാൾ ഒരു ഉംറ നിർവഹിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നാണ്. ഹജ്ജ് ചെയ്ത ആളുകളുണ്ടാവാം, ഉംറക്ക് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവാം, ഉംറ ചെയ്തവരുണ്ടാവാം. എന്നാൽ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു ഉംറ ചെയ്യുക എന്നത് അത് ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത ഒരു അൻസ്വാരി വനിതയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഇദാ കാന റമദാൻ ഇഅ്തമരി ഫീഹി, റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ നീ പോയി ഉംറ ചെയ്യുക. കാരണം ഫഇന്ന ഉംറത ഫി റമദാൻ ഹജ്ജത്തുൻ, റമദാനിലെ ഉംറ ഹജ്ജാണ് എന്ന്. നോക്കൂ നിങ്ങൾ, ഇത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അവർക്ക് ഈ റമദാൻ മാസത്തിൽ തന്നെ പോയി ഒന്ന് ഉംറ ചെയ്യാനൊക്കെയുള്ള അവസരമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയും എന്നിട്ട് എനിക്കൊരു ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുമല്ലോ എന്ന ആ ഉദ്ദേശത്തോടു കൂടെ അത് നിർവഹിക്കുവാനുമൊക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ അത് ഒരു വലിയ പുണ്യകർമ്മമായിട്ട് അള്ളാഹു സ്വീകരിക്കുമെന്ന് തന്നെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ഹജ്ജ് അത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യുക എന്നത് ഫറലായ ഒരു കാര്യമാണ്. എന്നാൽ ഒരാൾ വിചാരിക്കുകയാണ് റമദാനിൽ പോയിട്ടൊരു ഉംറ ചെയ്യുക, എന്നുവെച്ചാൽ ഹജ്ജിന്റെ ബാധ്യത തീരുമല്ലോ എന്ന്. ആ ബാധ്യത തീരുന്നില്ല. അത് ഒരാൾ ആ രൂപത്തിൽ തന്നെ ഹജ്ജ് ചെയ്യേണ്ടതുണ്ട്, പൂർണ്ണമായ അർത്ഥത്തിൽ ഹജ്ജ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ റമദാനിൽ ഒരാൾ ഈ രൂപത്തിൽ ഉംറ ചെയ്താൽ അയാൾക്ക് ഒരു ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കും എന്നത് അത് പ്രവാചകൻ പഠിപ്പിച്ചതുമാണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഈ ഒരു പുണ്യകർമ്മത്തെ ആ രൂപത്തിൽ തന്നെ കണ്ട് നമ്മൾ അതിനുവേണ്ടി തയ്യാറാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ഇബാദത്തുകളിൽ മുഴുകുവാനും പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ എല്ലാം പ്രതിഫലം വാരിക്കൂട്ടുവാനും ഈ പുണ്യമാസത്തിൽ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും തൃപ്തിപ്പെടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.